ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഇപ്പം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ വരുവാണെങ്കിൽ അതിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫൈനാൻസ് സൗകര്യങ്ങളും ഞാൻ പറഞ്ഞത് വലിയ ഒരു റേറ്റ് ഇല്ലാതെ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമുക്കിപ്പോൾ ഉള്ള ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുക എന്നത് വളരെ നല്ലൊരു ആശയമാണ്. കേരളത്തിൽ ഇന്ന് ലാൻഡിൻ്റെ വില കുറച്ച് കറക്റ്റ് ചെയ്തത് കൊണ്ട് അത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. നല്ല രീതിയിൽ ഒരു കോമ്പറ്റീറ്റീവ്നെസ് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ ആ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന ഓരോ എലമെൻറ്റിലും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ അനാലിസിസ് ചെയ്ത് നല്ലതുപോലെ ഡിസൈൻ ചെയ്ത് പ്രോസസ് ഡിസൈൻ ചെയ്ത് ഒരു മാനുഫാക്ചറിങ് നടത്തിയാൽ ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രോഡക്റ്റ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും നമുക്ക് വിപണി കണ്ടുപിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ന് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മീഡിയം സ്കെയിൽ മാനുഫാക്ചേഴ്സിൻ്റെ ഒരു വളർച്ച വലിയ തോതിലുണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാനുഫാക്ചറിങ് ബിസിനസ് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ അത് സക്സസ്ഫുള്ളാകുമോ, അങ്ങനെയുള്ള ഒത്തിരി ഡൗട്ടുകൾ പലപ്പോഴും നമ്മളിപ്പോൾ ആസ്പയർ ഫൗണ്ടേഷനിലായിക്കോട്ടെ ഇപ്പോൾ സാറിനോട് പേഴ്സണലി പലരും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ മാനുഫാക്ചറിങ് ബിസിനസ് ഇത്ര സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്? മാനുഫാക്ചറിങ് ബിസിനസ് ഈ സമയത്ത് കുറച്ചധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷെ മുമ്പൊരു ചൊല്ലുണ്ടായിരുന്നു, കേരളത്തിലാണോ മാനുഫാക്ചറിങ് നടക്കില്ല എന്ന്. അതെ അതെ അതെ. പക്ഷേ അത് ഇതിനൊരു മാറ്റം എന്തായാലും ഇപ്പം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആ ഒരു സെക്ടറിൽ ധാരാളം പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ വരുന്നുണ്ട്. അതെ അതെ. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് നല്ല റോഡുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട്, സീ പോർട്ടുകൾ, ട്രാൻസ്പോർട്ടിങ്ങിനുള്ള അതായത് ഗുഡ്സ് ട്രാൻസ്പോർട്ടിങ്ങിനുള്ള ഒരു വേദി വരുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിസിറ്റി, വാട്ടർ അത് നമുക്ക് ധാരാളം അവൈലബിളാണ്. ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് അവൈലബിളാണ്. സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് നമുക്ക് അവൈലബിളാണ്. അതെ അതെ അതെ. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ഇന്ത്യക്കകത്ത് എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള സഹോദരങ്ങളുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞത് ബിസിനസ്സിൻ്റെ സ്കോപ്പ് ആ ഏരിയയിലേക്ക് മൂവ് ചെയ്യാനൊക്കെ, അതായത് മികച്ച ഒരു അടിസ്ഥാന സൗകര്യം നമുക്കുണ്ട്. അതുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഇപ്പം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ വരുവാണെങ്കിൽ അതിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫൈനാൻസ് സൗകര്യങ്ങളും ഞാൻ പറഞ്ഞത് വലിയ ഒരു റേറ്റ് ഇല്ലാതെ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമുക്കിപ്പോൾ ഉള്ള ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുക എന്നത് വളരെ നല്ലൊരു ആശയമാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് എംപ്ലോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാവരും ആ ഫീൽഡിലേക്ക് തന്നെ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നടക്കില്ല എന്നുള്ളൊരു ചൊല്ലുണ്ട്. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീഡിയം സ്കെയിൽ മാനുഫാക്ചറിങ്ങിലാണ് നിൽക്കുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു മാനുഫാക്ചറിങ് ബിസിനസ് മികച്ചതാകുന്നത്? കാരണം കേരളത്തിൽ ഇന്ന് ലാൻഡിൻ്റെ വില കുറച്ച് കറക്റ്റ് ചെയ്തത് കൊണ്ട് അത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് അനുകൂലമായിട്ടുള്ളൊരു ഫാക്ടറാണ്. ഓക്കെ ഓക്കെ. അത് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അല്പം കൂടി സൈസ് വലുതാണ് എങ്കിലും, പക്ഷേ ഒരു 500 ഏക്കർ 1000 ഏക്കർ അല്ലെങ്കിൽ 2500 ഏക്കർ ആവശ്യമുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന് കേരളത്തിൽ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ മാനേജ്മെൻറ്റ് നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഔട്ട്പുട്ട്
ഗ്ലോബൽ മാനുഫാക്ചേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഗ്ലോബൽ മാനുഫാക്ചേഴ്സായിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതിരിക്കുകയും കൂടി ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ ഗ്ലോബൽ മാനുഫാക്ചേഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ഒരു ഡിഫറൻഷിയേഷൻ കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് കിട്ടുള്ളൂ, അത് ലോങ് പീരീഡിലേക്ക് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. അപ്പം നല്ല രീതിയിൽ ഒരു കോമ്പറ്റീറ്റീവ്നെസ് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ ആ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന ഓരോ എലമെൻറ്റിലും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു രീതിയിൽ അനാലിസിസ് ചെയ്ത് നല്ലതുപോലെ ഡിസൈൻ ചെയ്ത് പ്രോസസ് ഡിസൈൻ ചെയ്ത് ഒരു മാനുഫാക്ചറിങ് നടത്തിയാൽ, ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രോഡക്റ്റ് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും നമുക്ക് വിപണി കണ്ടുപിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ സാർ, ഇപ്പോൾ ഈ ഒരു മാനുഫാക്ചറിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ റോഡ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷേ ഈ ഒരു മേഖലയെ തളർത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിറ്റിൽ മാത്രം നോക്കിയാൽ പോരാ. അവർക്ക് ആരൊക്കെ സപ്ലൈ ചെയ്യുന്നോ അവരുടെ കേപ്പബിലിറ്റി നോക്കേണ്ടതുണ്ട്. അതെ അതെ അതെ. അവരുടെ കേപ്പബിലിറ്റി നോക്കി അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് എത്ര കുറഞ്ഞ കോസ്റ്റിൽ ഇൻപുട്സ് നമുക്ക് കൊണ്ടുവരാം, അതുപോലെ തന്നെ ലോജിസ്റ്റിക് കാര്യങ്ങളിൽ നമ്മൾ എന്തുമാത്രം എഫിഷ്യൻസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് എന്തുമാത്രം എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മൾ എത്ര എളുപ്പത്തിൽ നമ്മുടെ കസ്റ്റമേഴ്സിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ എത്തിച്ചു കൊണ്ടുവരാം. ഈ കാര്യങ്ങളിലെല്ലാം ഒരു പ്രോസസ്സിൽ എഫിഷ്യൻസി കൂടുന്നതല്ല, എല്ലാ പ്രോസസ്സിലും എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു കോമ്പറ്റീറ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഓരോ പ്രോസസ്സിലും ഒരു കോസ്റ്റ് സേവിങ്, ആ കോസ്റ്റ് സേവിങ്ങിന് ഒരു സാധ്യതയില്ലെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിന് ഒരു ഡിഫറൻഷിയേഷൻ കൊണ്ടുവന്ന് ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അവിടെ നമുക്ക് ഞാൻ പറഞ്ഞത് നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ചും കൂടി നന്നായി തരും, നല്ല പൈസ തരും. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് കസ്റ്റമറുടെ നീഡ് തീർച്ചയായിട്ടും 100% ഫുൾഫില്ല് ചെയ്യുകയും അവർക്കതിൽ നിന്ന് ആ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. ആ സാറ്റിസ്ഫാക്ഷൻ നമ്മളെ അറിയിക്കുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞത് അതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്കെപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ സപ്ലയർ വേണം, അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ വേണം. അതേപോലെ തന്നെ മാർക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ചുകൾ, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റായിട്ട് എന്തെങ്കിലും ചേഞ്ചുകൾ വന്നിട്ടുണ്ടോ എങ്കിൽ ആ ചേഞ്ച് നമ്മൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ മാറ്റി ഒരു രൂപകൽപ്പന ചെയ്ത് പുതിയ പ്രൊഡക്റ്റുകളാക്കി കൊണ്ടുവരാനും, അതുപോലെ തന്നെ ആരുമായിട്ട് മത്സരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ഒരു എൻവയോൺമെൻറ്റിൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് സക്സസ്ഫുൾ ആക്കിയിട്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു മാനേജ്മെൻറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി, പ്രവർത്തന രീതി അതെങ്ങനെയായിരിക്കണം? ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ മാനേജ്മെൻറ്റിൻ്റെ സ്കിൽ ആൻഡ് എഫിഷ്യൻസിയാണ് ആ യൂണിറ്റ് സക്സസ്ഫുൾ ആക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ഈ പർച്ചേസ് ചെയ്യുന്ന പോയിൻറ്റിൽ അവർ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യണം, സാധനം കൊണ്ടുവരുന്നതിൽ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഡിസൈൻ ചെയ്തതിൽ, പ്രോസസ്സിലുള്ള എഫിഷ്യൻസി, എംപ്ലോയി ട്രെയിനിങ്, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൽ അവർ നല്ല സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നുള്ള ഫീഡ്ബാക്ക്, എങ്ങോട്ടാണ് ഈ പ്രൊഡക്റ്റ് പോകുന്നത് എന്ന ഫീഡ്ബാക്ക് മനസ്സിലാക്കുകയും
ആ ട്രെൻഡിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിലെത്തിക്കുകയും, അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് കസ്റ്റമർക്ക് ഹോം ഡെലിവറി ആവശ്യമുണ്ടാവും. അപ്പോൾ ഹോം ഡെലിവറി വരെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ അത് ചെയ്ത് കൊടുക്കുകയും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ് എങ്കിൽ, ഞങ്ങളുടെ ഒരു യൂണിറ്റിൽ അതിൻ്റെ ഓണറാണ്. ആ ഓണർ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ, അതായത് ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ട് അയാൾ നിൽക്കും. ചിലപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കും. ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളെ അയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് വാങ്ങിയത്, നിങ്ങളിതിനു മുമ്പ് എത്ര പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഇനി എന്താണ് നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വന്നത്, ആ ഒരു രീതിയിൽ ആ കസ്റ്റമറുമായിട്ട് ചോദിക്കുകയും അവരുടെ ആ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ പിന്നെ നല്ല സെയിൽസിൽ ടേൺ ഓവർ ഉണ്ടാവണം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് നല്ല ഓപ്പറേറ്റിംഗ് മാർജിൻ ഉണ്ടാവണം, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവണം. ആ കാര്യങ്ങളിലും കൂടി മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഈ യൂണിറ്റ് സക്സസ്ഫുള്ളായി കൊണ്ടുവരാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ. സാറിൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എങ്ങനെ സക്സസ്ഫുള്ളാക്കി മാറ്റാൻ സാധിക്കും? സക്സസ്ഫുൾ ആവണമെങ്കിൽ ഞാൻ പറയുന്നത് അതിൻ്റെ സെയിൽസ് നല്ലപോലെ കൂടി വരണം. ഓരോ വർഷവും ഒരു 10 to 15% അല്ലെങ്കിൽ 15 to 20% എവരി ഇയർ ടേൺ ഓവർ കൂടി വരുവാണ് എങ്കിൽ അത് നല്ലൊരു സൈനാണ്. ഓക്കെ. അതേപോലെ തന്നെ എക്സ്പെൻസസിന് ശേഷം ഈ വരുന്ന വിൽപ്പന വരവിൽ നിന്ന് എക്സ്പെൻസസ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കിട്ടും. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും നമുക്ക് അല്പാൽപ്പം ഓരോരോ വർഷം കഴിയുമ്പം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുവാണ് എങ്കിൽ, അല്ലെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞത് കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ കഴിയുവാണ് എങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ്. അതുപോലെ തന്നെ ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ അതിലൊരു ഇംപ്രൂവ്മെൻറ്റ് ഇയർ ബൈ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിലും കൊണ്ടുവരാൻ പറ്റുവാണ് എങ്കിൽ അതും മാനേജ്മെൻറ്റിൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ്. ആ മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും ആ സ്ഥാപനം വളർത്തും, അതേപോലെ തന്നെ മുന്നോട്ട് നയിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം വെച്ചാൽ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നാൽ അതിൻ്റെ അർത്ഥം അവർ കസ്റ്റമറെ അവരുടെ ടേസ്റ്റിനെ, അവരുടെ ഫീഡ്ബാക്കിനെ 100% ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് എക്സ്പെൻസസ് കൺട്രോൾ ചെയ്യുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഉള്ള കാര്യങ്ങളെല്ലാം, അതായത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ആ ഒത്തിരി കാര്യങ്ങളിൽ ഈ പ്രധാനപ്പെട്ടതായിട്ട് ഈ 3 കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ് യൂണിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്.